Hello, guys. Good morning to all. We are dealing with the poem Refugee Blues written by W.H. Auden. കഴിഞ്ഞ ക്ലാസ്സിൽ W.H. ഓർഡനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. ഇന്ന് നമ്മൾ കവിത ആരംഭിക്കുകയാണ്. ബിഫോർ ദാറ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ ടൈറ്റിൽ Refugee Blues. What it mean by Refugee Blues? റെഫ്യൂജി എന്ന വേർഡ് നമുക്ക് ഫെമിലിയർ ആയിരിക്കും. അലൻ കുർദിയുടെ ഫോട്ടോ എല്ലാം നമ്മൾ പത്രങ്ങളിൽ കണ്ടതാണ് അല്ലേ. റെഫ്യൂജി അഭയാർത്ഥി എന്നതാണ് റെഫ്യൂജിയുടെ മീനിങ്. റെഫ്യൂജി ഈസ് എ പേഴ്സൺ ഹു ഹാസ് ബീൻ ഫോഴ്സ്ഡ് ടു ലീവ് ദയർ കൺട്രി ഇൻ ഓർഡർ ടു എസ്കേപ്പ് ഫ്രം വാർ, പെർസിക്യൂഷൻ ഓർ നേച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. വാർ, പെർസിക്യൂഷൻ അല്ലെങ്കിൽ മറ്റ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൻ്റെ എല്ലാം ഭാഗമായി സ്വന്തം രാജ്യത്തു നിന്നും മറ്റു ഫോറിൻ കൺട്രീസിലേക്ക് അഭയാർത്ഥികളായി കുടിയേറി പാർക്കേണ്ടി വരുന്ന ഒരു കൂട്ടം ജനങ്ങളെയാണ് നമ്മൾ റെഫ്യൂജീസ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മ്യൂസിക്കൽ ഫോം, ഒരു ഫോക്ക് സോങ് ആണ്. ജാസ് പോയട്രിയിൽ വരുന്ന ഒരു റാനെ ഓഫ് പോയട്രിയാണ് ബ്ലൂസ്. ആഫ്രോ അമേരിക്കൻസ് ആസ് ഒപ്രസ്ഡ് പീപ്പിൾ അവരുടെ പ്രതിഷേധങ്ങളും അവരുടെ മെലങ്കളീസും എല്ലാം അവതരിപ്പിച്ചിരുന്നത് ഈ ഒരു ബ്ലൂസ് എന്ന പോയട്രിയിലൂടെയാണ് അല്ലെങ്കിൽ ജാസ് പോയട്രിയിലൂടെയാണ്. സോ റെഫ്യൂജി ബ്ലൂസ് എന്ന് പറയുമ്പോൾ റെഫ്യൂജീസ് നേരിടേണ്ടി വന്ന സഫറിങ്സ്, നാസി ജർമ്മനിയുടെ ഒക്യുപ്പേഷനോട് കൂടിയിട്ട് ജൂസിന് ജർമ്മനിയിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറേണ്ടി വരുന്നു. അവരുടെ സഫറിങ്സും അവരുടെ മിസറബിൾ പ്ലൈറ്റ്സും മെലങ്കളീസുമാണ് ഈ ഒരു കവിതയിലൂടെ ചിത്രീകരിക്കപ്പെടുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ലെസൺ ഫസ്റ്റ് സ്റ്റാൻസ. Sir, this city has 10 million souls. Some are living in mansions, some are living in halls. Yet there is no place for us, my dear. Yet there is no place for us. Poet തൻ്റെ കമ്പാനിയൻ്റെ അടുത്ത് പറയുകയാണ്, മൈ ഡിയർ, the city has 10 million souls. Some are living in mansions, some are living in halls. Yet there is no place for us, my dear. Yet there is no place for us. ആദ്യത്തെ ഈ സ്റ്റാൻസയിൽ കവി പറയുന്നത് 10 മില്യൺ ജനങ്ങളുള്ള സിറ്റിയിലാണ് അവരിപ്പോഴുള്ളത്. The city has 10 million people. The city is so large. ചിലർ ലക്ഷറിയസ് ആയി ലാർജ് ഹൗസസിൽ ജീവിക്കുന്നു, അതേസമയം ചിലർ തെരുവുകളിൽ ജീവിതം കഴിച്ചു കൂട്ടുന്നു. ഇത്രയും വലിയ ആ രാജ്യത്ത് ജർമ്മൻ ജൂസിന് ജീവിക്കാനിടയില്ല, കാരണം അവർ റെഫ്യൂജീസ് ആണ്. ദർ ഈസ് നോ പ്ലേസ് ഫോർ റെഫ്യൂജീസ് ടു ലിവ്. The city is so large. The city has 10 million people. Rich people living in luxurious large houses while poor people living in slums, and there is no place for refugees to live. ഇത്രയും പോയിന്റ്സ് ആണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ അവതരിപ്പിക്കുന്നത്. Then next, once we had a country and we thought it fair. Look in the atlas and you will find it there. We cannot go there now, my dear. We cannot go there. ഒരിക്കൽ ജൂസിന് അവരുടേതായ ഒരു രാജ്യമുണ്ടായിരുന്നു. അവർക്ക് താമസിക്കാൻ വീടുണ്ടായിരുന്നു. അവർക്കും മറ്റെല്ലാ പൗരന്മാരെയും പോലെ അവകാശങ്ങളുണ്ടായിരുന്നു. പോയിട്ട് പറയാണ്, നിങ്ങൾക്ക് അറ്റ്ലസ് എടുത്ത് നോക്കൂ, ആ രാജ്യം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഞങ്ങളുടെ രാജ്യം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അവരിപ്പോൾ അവരുടെ രാജ്യത്തല്ല, ജർമ്മനിയിൽ നിന്നും പെർസിക്യൂട്ട് ചെയ്യപ്പെട്ടു, ഇപ്പോൾ ഒരു ഫോറിൻ കൺട്രിയിലാണ്. സോ ഒരിക്കൽ ഞങ്ങൾക്കും ഒരു രാജ്യമുണ്ടായിരുന്നു. എന്നാൽ നാസി ഗവൺമെൻറ്റിൻ്റെ ഒക്യുപ്പേഷനോട് കൂടി ജൂസിന് അവരുടെ രാജ്യവും അവരുടെ വീടും അവരുടെ അവകാശങ്ങളുമെല്ലാം നഷ്ടപ്പെടുകയാണ്. Their country is still there, but it is too distant from them.
They cannot go there. During the time of Holocaust, ഹിറ്റ്ലർ ജർമ്മനിയിൽ ജൂസിനോട് അവിടെ വിടാൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ മറ്റു രാജ്യങ്ങളിലേക്ക് റെഫ്യൂജീസായി, അഭയാർത്ഥികളായി കുടിയേറി പോകുകയാണ്. Now the poet is an immigrant. He is in a foreign country. അഭയാർത്ഥികളായി മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കേണ്ടി വന്ന ഈ ജൂസിന് അവർ അവരുടെ സ്വന്തം എന്ന് വിചാരിച്ചിരുന്ന അവരുടെ രാജ്യവും നഷ്ടപ്പെട്ടിരുന്നു. മാത്രമല്ല എല്ലാ അവകാശങ്ങളും അവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു. സോ സെക്കൻഡ് സ്റ്റാൻസയിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയുമാണ്. Once the Jews had their own country, the rights of Jews are denied. Refugees and his companion cannot go to their own country. Okay, then the third stanza. In the village churchyard there grows an old yew. Every spring it blossoms anew. Old passports cannot do that, my dear. Old passports cannot do that. വീണ്ടും കവി മൈ ഡിയർ എന്ന് അഡ്രസ് ചെയ്യുന്നു. ശേഷം എന്താണ് പറയുന്നത്? വില്ലേജ് ചർച്ച് യാർഡിൽ ഒരു ഓൾഡ് യൂ ഉണ്ട്. ഓൾഡ് യൂ മീൻസ് ഇറ്റ് ഇസ് എ ട്രീ. ഒരു പഴയ മരം അവിടെയുണ്ട്. അത് എല്ലാ വസന്തകാലത്തും അതിൽ പുതിയ പൂക്കൾ വരുന്നുണ്ട്. അത് പൂക്കുന്നുണ്ട്. എല്ലാ വസന്തകാലത്തും അതിൽ പൂക്കൾ വിരിയുന്നുണ്ട്. സോ there is always new hope in nature. നേച്ചറിൽ എപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട്. എന്നാൽ അവരുടെ പാസ്പോർട്ടിൻ്റെ കാര്യം എങ്ങനെയാണ്? ഓൾഡ് പാസ്പോർട്ട്സ് കനോട്ട് ഡു ദാറ്റ്, മൈ ഡിയർ. ഓൾഡ് പാസ്പോർട്ട്സ് കനോട്ട് ഡു ദാറ്റ്. അവരുടെ പാസ്പോർട്ട്സ് അവർക്ക് അന്യൂ ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകാനും കഴിയുന്നില്ല. സോ ഇറ്റ് ഷോസ് ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ നേച്ചർ ആൻഡ് ദ ലൈഫ് ഓഫ് റെഫ്യൂജീസ്. നേച്ചറിൽ വരെ ഹോപ്പ് ഉണ്ട്, നേച്ചറിൽ വരെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, മരങ്ങൾ അന്യൂ ആകുന്നുണ്ട്. വസന്തങ്ങൾ വരുമ്പോൾ മരങ്ങളിൽ, പഴയ മരങ്ങളിൽ പോലും പൂക്കൾ വിരിയുന്നുണ്ട്. എന്നാൽ ഈ മാറ്റങ്ങളൊന്നും, നല്ല മാറ്റങ്ങളൊന്നും റെഫ്യൂജീസിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. There always new hope in nature. The flowers grow anew in the village churchyard, but they couldn't get their passports renewed. It shows the contrast between the life of refugees and nature. There is new life in nature. There is opportunity and progression and nature in nature. But refugees didn't have updated their passports. Next, the third stanza. The consul banged the table and said, if you got no passport, you are officially dead. But we are still alive, my dear. But we are still alive. It is very important lines. The consul banged the table and said, if you have got no passport, you are officially dead. The consul എന്താണ് ഡിക്ലെയർ ചെയ്യുന്നത്? നിങ്ങൾക്ക് പാസ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഒഫീഷ്യലി മരിച്ചു എന്ന് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യും. കാരണം അവർക്ക് പാസ്പോർട്ടില്ല, അവരുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്തിട്ടില്ല, അവരുടെ പാസ്പോർട്ട് അപ്ഡേറ്റഡ് അല്ല. സോ ദേ ഹാവ് നോ ഐഡൻറ്റിറ്റി. അവർക്ക് ഐഡൻറ്റിറ്റി ഇല്ല. പാസ്പോർട്ട് ഇല്ലാത്തത് കാരണം തന്നെ അവർക്ക് ഐഡൻറ്റിറ്റി ഇല്ല. സോ ഒഫീഷ്യലി ദ കൺസൽ ഡിക്ലെയർ ചെയ്യുകയാണ്, നിങ്ങളെല്ലാവരും മരിച്ചു എന്ന് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുകയാണ് എന്നാണ് കൺസൽ പറയുന്നത്. ദ കൺസൽ ഡിക്ലെയർഡ് ദാറ്റ് ദ റെഫ്യൂജീസ് ആർ ഒഫീഷ്യലി ഡെഡ് because they have no passport. They were unable to renew it. Because of that, they have no identity, and the authority saying that they were considered as dead. കവി എന്താണ് ഇവിടെ പറയുന്നത്? But we are still alive, my dear. But we are still alive. നമ്മളിപ്പോഴും ജീവിച്ചിരിക്കുന്നു. റെഫ്യൂജീസ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ബട്ട് ദ അതോറിറ്റി എന്താണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്?
റെഫ്യൂജീസ് എല്ലാം മരിച്ചു പോയിരിക്കുന്നു എന്നാണ് അവർ ഡിക്ലെയർ ചെയ്യുന്നത്. സഹായിക്കുന്നതിന് പകരം അവർ മരിച്ചെന്ന് ഡിക്ലെയർ ചെയ്യുന്നു. സ്റ്റിൽ അലൈവ്, ദേ ആർ സ്റ്റിൽ അലൈവ് ബട്ട് ഈക്വൽ ടു ഡെഡ്. ദ അതോറിറ്റി റെഫ്യൂസ്ഡ് ടു ഹെൽപ്പ് ദം. അവരെ സഹായിക്കുന്നതിന് പകരം അവർ മരിച്ചെന്ന് ഡിക്ലെയർ ചെയ്യുകയാണ് അതോറിറ്റി ചെയ്യുന്നത്. ബട്ട് ദേ ആർ സ്റ്റിൽ അലൈവ്. ബട്ട് ദേ ആർ സ്റ്റിൽ അലൈവ്. Then the fifth stanza. Went to a committee, they offered me a chair, asked me politely to return next year. But where shall we go today, my dear? But where shall we go today? Then കവി ഒരു കമ്മിറ്റിയെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അവർ കവിക്കൊരു ചെയർ ഓഫർ ചെയ്യുന്നുണ്ട്. ദെൻ പൊളൈറ്റ്ലി ആസ്ക്ഡ് ഹിം. പൊളൈറ്റ്ലി എന്ന് കവി എടുത്ത് പറയുന്നുണ്ട്. ആസ്ക്ഡ് മീ പൊളൈറ്റ്ലി. പൊളൈറ്റ്ലി കവിയോട് പറയുകയാണ്, നിങ്ങൾ അടുത്ത വർഷം വരൂ, നിങ്ങൾ ഇന്ന് പോയിട്ട് അടുത്ത വർഷം വരൂ എന്നാണ് പറയുന്നത്. സോ കവി ചോദിക്കുകയാണ്, ബട്ട് വേർ ഷാൾ വി ഗോ ടുഡേ? കമ്മിറ്റി റെഫ്യൂജീസിൻ്റെ കാര്യം ഏറ്റെടുക്കുന്നില്ല. അവരുടെ അടുത്ത് പൊളൈറ്റ്ലി പറയുകയാണ്, നിങ്ങൾ പോയിട്ട് അടുത്ത വർഷം വരൂ. പക്ഷെ കവി എന്താണ് ചോദിക്കുന്നത്? ബട്ട് വേർ ഷാൾ വി ഗോ ടുഡേ? ബട്ട് വേർ ഷാൾ വി ഗോ ടുഡേ? ഇന്ന് ഞങ്ങൾ എവിടെ പോകും? ഇന്ന് ഞങ്ങൾക്ക് താമസിക്കാൻ ഇടമില്ല. ഞങ്ങൾ ഇന്ന് എവിടെ പോകും? ഇറ്റ് ഈസ് ഓൾ എബൌട്ട് ടുഡേ. ഇതെല്ലാം കാണിക്കുന്നത് റെഫ്യൂജീസിൻ്റെ മിസറബിൾ പ്ലൈറ്റ്സ് ആണ്. അതോറിറ്റീസ് അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നില്ല, അവരെ റിജക്റ്റ് ചെയ്യുന്നു. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് where shall we go today? Where shall we go today? That is the question. അവർ ഇന്നെവിടെ പോകും? They had no place. They had no place to go and they had no place to live. Then the next one. Came to a public meeting. The speaker got up and said, if we let them in, they will steal our daily bread. He was talking of you and me, my dear. He was talking of you and me. Then കവി ഒരു പബ്ലിക് മീറ്റിങ്ങിൽ ചെല്ലുന്നുണ്ട്. അവിടെ സ്പീക്കർ എന്താണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? If we let them in, they will steal our daily bread. നമ്മൾ അവരെ നമ്മുടെ രാജ്യത്തിലോട്ട് കടക്കാൻ അനുവദിച്ചാൽ, ആരെ? റെഫ്യൂജീസിനെ നമ്മുടെ രാജ്യത്തിലേക്ക് കുടിയേറാൻ അനുവദിച്ചാൽ അവർ നമ്മുടെ ഡെയിലി ബ്രെഡ് സ്റ്റീൽ ചെയ്യും. അതായത് അവിടുത്തെ ജനങ്ങൾ, ആ രാജ്യത്തെ ജനങ്ങൾ ഭയക്കുകയാണ്. റെഫ്യൂജീസ് അവരുടെ രാജ്യത്തോട്ട് കുടിയേറിക്കഴിഞ്ഞാൽ അവരുടെ എംപ്ലോയ്മെൻറ്റ്, അതുപോലെ തന്നെ അവരുടെ ഡെയിലി ബ്രെഡ് സപ്ലൈസ്, ഇതിൽ നിന്നെല്ലാം ഒരു വിഹിതം റെഫ്യൂജീസിന് പോകും. സോ they said that if we let them in, they will steal our daily bread. അതുകൊണ്ട് തന്നെ നമ്മൾ റെഫ്യൂജീസിനെ നമ്മുടെ രാജ്യത്തോട്ട് കടക്കാൻ അനുവദിക്കരുത്. അവർ നമ്മുടെ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യേണ്ട എംപ്ലോയ്മെൻറ്റും ഡെയിലി ബ്രെഡ് ഫുഡും അതുപോലെ തന്നെ സപ്ലൈസും എല്ലാം അവരുമായി ഷെയർ ചെയ്യേണ്ടി വരും. നമ്മൾ അനുഭവിക്കേണ്ടതിൽ നിന്നെല്ലാം ഒരു വിഹിതം അവർക്കും നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ റെഫ്യൂജീസിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യരുത് എന്നാണ് ആ പബ്ലിക് സ്പീച്ചിൽ ആ സ്പീക്കർ പറയുന്നത്. ഇത് കേൾക്കുന്ന കവി എന്താണ് തൻ്റെ കമ്പാനിൻ്റെ അടുത്ത് പറയുന്നത്? ഹി വാസ് ടാക്കിംഗ് ഓഫ് യു ആൻഡ് മീ. അവർ പറയുന്നത് നിന്നെയും എന്നെയും കുറിച്ചാണ്, നമ്മളെക്കുറിച്ചാണ്. അവർ റെഫ്യൂജീസിനെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. റെഫ്യൂജീസിനെ അവരുടെ രാജ്യത്തേക്ക് കടത്തരുത് എന്നാണ് ആ രാജ്യം പറയുന്നത്. ഓക്കെ.